വില്ലേജ് ഓഫീസർ ഇവിടുത്തെ ഇവർക്കുള്ള സഹായം മുടക്കി എന്നുള്ളതാണ് ഇവർ പ്രധാനമായും നടപടികൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ ദുരന്ത മേഖലയിൽ പോയി തന്നെ ജോലി ചെയ്യേണ്ട സാഹചര്യം വന്നത്. അതാണ് ഇവർക്ക് ഇരിച്ചത്. അതിന് പ്രതിഷേധത്തിലൊക്കെ തീരുമാനം പ്രധാനങ്ങളുടെ കാര്യമായി ഇവർ പറയുന്നത്. എന്നാൽ കാര്യമായി ഇവർ പറയുന്നത് എന്തായാലും നിങ്ങളെ ജീവൻ പോയ പോട്ടെ അങ്ങോട്ട് പോട്ടെ. എന്തായാലും വലിയ വൈകാരികമായാണ് പലരും സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ വലിയ ദുരന്തമാണ് ഇവർക്ക് ഏർപ്പെട്ടിട്ടുള്ളത്. അത് ഇത്തരത്തിൽ ജോലിക്ക് പോലും കഴിയാത്ത രീതിയിൽ വെള്ളം കയറി നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ പുന്നപ്പുഴ കുത്തി ഒഴുകുന്നതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പ്രദേശത്ത് കൂടി കടന്നു വേണം ഇവർ ഇത്തരത്തിൽ ജോലിക്ക് പോകാൻ. തോട്ടമേഖലയാണ് അപ്പുറത്ത് കാണുന്നത്. ആ മേഖലയിലേക്കാണ് ഇവർ ഇത്തരത്തിൽ ഈ പുഴ കടന്ന് നമുക്കൊരു ജീപ്പ് ദൃശ്യങ്ങളിൽ കടന്നു വരാൻ കഴിയുന്നത് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. ആ ജീപ്പ് വരുന്ന സമയത്ത് പോലും അതിന്റെ താഴ്ഭാഗം ടയർ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുത്തിയൊലിച്ച് വെള്ളം ഒഴുകുന്ന ഈ പ്രദേശത്ത് കൂടി നടന്നു വേണം ഇവർ ഇത്തരത്തിൽ ജോലി സ്ഥലത്തേക്ക് പോകാൻ. ആ ജോലി ഇത്തരത്തിൽ ദുരന്ത മേഖലയായിട്ട് തങ്ങൾക്ക് കൃത്യമായി ധനസഹായവും വീട്ടുവാടകയും നൽകിയിരുന്നെങ്കിൽ തങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടി വരില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇത്തരത്തിൽ വലിയ ദുരന്ത മേഖലയായിട്ട് പോയി തങ്ങളെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ദുരന്തത്തിന് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഈ ദുരന്ത മേഖലയ്ക്ക് തങ്ങളെ എന്തുകൊണ്ട് പണിക്ക് വിട്ടു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് ന്യായമായും അവർ ഉന്നയിക്കുന്നതാണ്. കാരണം എല്ലാവർക്കും ആനുകൂല്യവും വീട്ടുവാടകയും നൽകുമെന്ന് അറിയിച്ചിട്ട് പോലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർക്ക് പലർക്കും ഈ മുണ്ടക്കൈ പ്രദേശത്ത് താമസിക്കുന്ന പലർക്കും ഇത്തരത്തിൽ സഹായം കിട്ടിയിട്ടില്ല. അതാണ് ഇവരുടെ ഒരു പ്രതിഷേധത്തിന് കാരണം. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇതാണ് പുന്നപ്പുഴ. പുന്നപ്പുഴയിൽ നമുക്ക് ആ ഭാഗത്ത് കാണുന്നതാണ് അട്ടമ്പല മുണ്ടക്കൈ റോഡ്. ആ റോഡിലേക്ക് പൂർണ്ണമായും വെള്ളം കയറിക്കൊണ്ട് വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. പാറക്കല്ലുകളടക്കം നേരത്തെ ദുരന്തത്തിന്റെ ഭാഗമായുള്ള പാറക്കല്ലുകളടക്കം ഇവിടെ കൂടി നിൽക്കുന്നത് കാണാം. ഈ പ്രദേശത്ത് കൂടി വേണം നമുക്ക് മുകളിൽ കാണുന്ന തോട്ട മേഖലയിലേക്ക് ഈ തൊഴിലാളികൾ ജോലിക്ക് പോകാൻ. അങ്ങനെ 100ഓളം തൊഴിലാളികൾ ഈ ശക്തമായ മഴയുണ്ടായിട്ട് പോലും ഇവർക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അത് മഴ കൂടിയാൽ തിരിച്ചു പോകാമെന്നാണ് ഇവിടേക്കുള്ള തൊഴിലാളികളടക്കം അറിയിച്ചത്. ആ പ്രദേശത്തേക്ക് ജോലി പോകേണ്ടി വന്ന സമയത്താണ് മഴ ശക്തമാവുകയും ഈ റോഡ് മുങ്ങിയതിനാൽ തന്നെ അവർക്ക് ഇപ്പോൾ ഇവിടെ അല്പസമയം കുടുങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്.